ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് കൗമാരക്കാരിലെ അമിതവണ്ണം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഒരു കൗമാരക്കാരിലെ അല്ലെങ്കിൽ അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 10 മുതൽ 20 വയസ്സ് വരെയുള്ള ഒരു ഏജ് ഗ്രൂപ്പാണ്, ഒരു പ്രൈം ഏജ് ഗ്രൂപ്പാണ്. അവിടെ നമുക്കറിയാം ഇപ്പോഴത്തെ മാറി വരുന്ന ജീവിത ശൈലികളുടെയും കൂടുതലുള്ള ഭക്ഷണക്രമത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആളുകളിൽ അമിതവണ്ണം വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്, ആൺകുട്ടികളിലും അതോടൊപ്പം തന്നെ വളർന്നു വരുന്ന പെൺകുട്ടികളിലും. ഇവ എന്തെല്ലാം മാറ്റങ്ങളാണ് അവർക്ക് ഉണ്ടാക്കുക? അപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് PCOD എന്ന് പറയുന്ന അല്ലെങ്കിൽ PCOS പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്ന രോഗം, അതായത് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസും അല്ലെങ്കിൽ ഹൈപ്പർ ആൻഡ്രോജനിസം, കൂടുതലായിട്ടുള്ള ശരീരരോമങ്ങൾ, ഇത്തരം ആക്നെയൊക്കെ കൂടുതലായിട്ട് വരിക, ഇത്തരം സിംറ്റംസൊക്കെ ആയിട്ട് അവരും പ്രസൻറ്റ് ചെയ്യാറുണ്ട്. കൂടാതെ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടുക, അതായത് കഴുത്തിന് പിറകിലുള്ള കറുപ്പ് നിറം, അണ്ടർ ആംസിലുള്ള കറുപ്പ് നിറം, ഇതോടൊപ്പം തന്നെ ഫാറ്റി ലിവർ, അതായത് ലിവറിൽ ഫാറ്റിൻ്റെ അംശം കൂട്ടുക, ഇതൊക്കെ വരുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടുവരുന്ന അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിലുള്ള ടൈപ്പ് 2 ഡയബറ്റീസിനും കാരണമായിട്ട് വരുന്നത് ഈ ഒരു അമിതവണ്ണം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ കൗമാര പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ അമിതവണ്ണം കണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു എൻഡോക്രൈൻ ഇവാലുവേഷന് വിധേയമാവുക എന്നുള്ളത് അത്യാവശ്യമാണ്. അങ്ങനെ കണ്ടെത്തിയിട്ട് ചൈൽഡ്ഹുഡ് ഒബിസിറ്റി പോലെ തന്നെ അഡോളസൻ്റ് ഒബിസിറ്റിയും കൗമാരത്തിലെ ഒബിസിറ്റിയും കൃത്യമായിട്ട് കൃത്യമായ എക്സസൈസ്, എയറോബിക് എക്സസൈസിലൂടെ, അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാനിലൂടെ, ആവശ്യമെങ്കിൽ മരുന്നിലൂടെയൊക്കെ പരിഹരിച്ച് കൊണ്ടുപോയി ഇത്തരം കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. താങ്ക് യു. Stay healthy. Follow for more.